കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കായിട്ട് എങ്ങനെ നെയിമിങ് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ പാർട്ട് 1 വീഡിയോ കാണുക. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നെയിമിങ് ചെയ്യാമെന്ന് പഠിക്കാം. സോ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്പർ ഓഫ് കാർബൺ എണ്ണി 1 2 3 4 4 കാർബൺ എനിക്ക് കാണുന്നത്. സോ 4 കാർബൺ ആവും ഞാൻ എന്താ പേര് കൊടുക്കേണ്ടത്? ബ്യൂട്ട്. സോ ബ്യൂട്ട് എൻ്റെ വേർഡ് റൂട്ട് എന്ത് വന്നു? ബ്യൂട്ട്. ഇവരെല്ലാവരുടെ ഇടയിൽ എനിക്ക് എന്താണ്? സിംഗിൾ ബോണ്ടാണ് കാണാൻ പറ്റുന്നത്. സോ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് കൊടുക്കണം? എനി. സോ സിംഗിൾ ബോണ്ട് കൊടുക്കുന്ന സമയത്ത് അതിന് മുന്നേ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം സിംഗിൾ ബോണ്ടാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നമ്പർ കൊടുക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇതാ CH3 CH ഡബിൾ ബോണ്ട് CH CH3 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. സോ നമ്മൾ നമ്പർ ഇടുന്നു 1 2 3 4 4 കാർബൺ ഉണ്ട്. 4 കാർബൺ ഉണ്ടോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബ്യൂട്ട് അല്ലേ? ബ്യൂട്ട്. ബ്യൂട്ടില് ഓക്കെ ഇവിടെ സിംഗിൾ ബോണ്ട് ആണ്, പക്ഷെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കാണുന്നുണ്ട്. സോ നമ്മൾ ഏതാ പേര് കൊടുക്കേണ്ടത്? ANE അല്ല കൊടുക്കേണ്ടത്, അതിന് പകരം ENE ആണ് കൊടുക്കേണ്ടത്. ആ ENE എത്രാമത്തെ കാർബണിലാണ് ഉള്ളത്? രണ്ടാമത്തെ കാർബണിൽ. സോ ബ്യൂട്ട് 2ENE. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോകും. ഓക്കെ, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടതിൽ എന്താണ്? ഒരൊറ്റ സിംഗിൾ ചെയിൻ ആയിട്ട് ഉണ്ടായത് അല്ലേ? ഇവിടെ സിംഗിൾ ചെയിൻ മാത്രമല്ല, അതിന്റെ താഴേക്ക് ഒരാളെ കൂടി എക്സ്ട്രാ കാണുന്നുണ്ട് അല്ലേ? സോ നമ്മൾ നേരത്തെ പ്രിഫിക്സ് പറയുന്ന സമയത്ത് പറഞ്ഞു, പ്രിഫിക്സ് ആരൊക്കെ കാണിക്കുക? പ്രിഫിക്സ് എന്ന് വെച്ചാൽ അവിടെ എന്താ ഉണ്ടാവുക? ബ്രാഞ്ചസ് ഉണ്ടാവാന്ന് പറഞ്ഞല്ലേ? സോ ഇതാണ് അതിനൊരു എക്സാമ്പിൾ. അതായത് നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു വേർഡ് റൂട്ട് നോക്കണം. വേർഡ് റൂട്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്ങസ്റ്റ് ചെയിൻ അതായത് ഈ ചെയിൻ ഇവിടുന്ന് തുടങ്ങി അല്ലേ? ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ കാർബണിൽ ഈ കാർബണിലേക്ക് പോയി, ഈ കാർബണിലേക്ക് പോയി, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ട്രെയിറ്റ് ചെയിൻ അല്ലേ? സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കണേ. ലോങ്ങസ്റ്റ് സ്ട്രെയിറ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പോവായിരുന്നു. CH3 CH CH2 CH3 CH3. ദാ എനിക്ക് ഈ ചെയിൻ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോവായിരുന്നു. നോ ഇഷ്യൂസ്, ഇങ്ങനെയും ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ നേരെ പോവാ, അല്ലെങ്കിൽ താഴേക്ക് പോവാ. ഇതും ഒരു ചെയിനാണ്, ഇതും ഒരു ചെയിനാണ്. ഓക്കെ, പക്ഷെ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കാർബണിന്റെ എണ്ണം എണ്ണുമ്പോൾ 1 2 3 4 കാർബൺ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ 1 2 3 ഇവിടെ ടോട്ടലി നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിനിൽ എന്ത് കാണുന്നുണ്ട്? 4 കാർബൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെയുള്ള ലോങ്ങസ്റ്റ് ചെയിനിൽ എന്താണ്? ഓൺലി 3 കാർബൺ. സോ നമ്മൾ വേർഡ് റൂട്ട് ആയിട്ട് ഏത് ചെയിനാണ് ചൂസ് ചെയ്യേണ്ടത്? ദ ലോങ്ങസ്റ്റ് ചെയിൻ വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് കാർബൺ. കൂടുതൽ കാർബൺ ഉള്ള ചെയിനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ മെയിൻ ചെയിൻ വരാം? ഈ രീതിയിൽ ഫസ്റ്റ് കണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ മെയിൻ ചെയിൻ എന്ന് വിളിക്കും. ഈ ഒരു മെയിൻ ചെയിനിൽ ഇൻക്ലൂഡ് ആവാത്ത ആളെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് എ ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ ബ്രാഞ്ചും മെയിൻ ചെയിനും എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, മെയിൻ ചെയിൻ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ലോങ്ങസ്റ്റ് ചെയിൻ ആയിരിക്കണം. ആ ചെയിനിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ കിട്ടി. അതായത് നമ്മുടെ വേർഡ് റൂട്ടിന്റെ നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മളെ ഡ്യൂട്ടി എന്താ? നമ്പർ ഇടുക. നമ്പറും മേലെ ഇട്ട് വെച്ചു. ഇനി നമ്പറിങ് ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിപ്പം ഞാൻ മേലെ നമ്പർ ഇട്ടത് ശ്രദ്ധിക്കണേ. CH2 CH3 CH3 ഒന്നും കൂടി ഇത് എഴുതേ. CH3 CH CH2 CH3 CH3. ഓക്കെ, നമുക്ക് നമ്പർ ഇടുന്നതിൽ IUPAC പറയുന്നത് നിങ്ങൾക്ക് ചെയിനിന്റെ ഏത് അറ്റത്തു നിന്ന് തുടങ്ങാം. ഒന്നെങ്കിൽ ചെയിനിന്റെ ഈ അറ്റത്തു നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഈ അറ്റത്തു നിന്ന് തുടങ്ങാം. ഒരു ഇഷ്യൂ ഇല്ല. ഇതാ ഞാൻ ഇവിടുന്ന് നമ്പർ ഇടുന്നത് 1 2 3 4. കാരണം ഇതിൽ നമ്മളെ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്തത്. താഴേക്ക് നമ്പർ ഇട്ട് പോകാൻ പാടില്ല, കാരണം അത് നമ്മളെ ബ്രാഞ്ച് ആണ്.
ഒന്നുകിൽ ഞാൻ ഇവിടുന്ന് നമ്പർ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4. അപ്പം നമുക്ക് കൺഫ്യൂഷനായി. ചില ആൾക്കാർ ഇവിടെ തുടങ്ങും, റൈറ്റ് സൈഡിൽ തുടങ്ങും, ചില ആൾക്കാർ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങും. അപ്പോൾ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുക? അതിനാണ് നമ്മുടെ ബ്രാഞ്ചിൻ്റെ ഡ്യൂട്ടി വരാം. നമ്മുടെ ബ്രാഞ്ചിലെ ബ്രാഞ്ച് കണക്ട് ചെയ്ത കാർബൺ, ഇവിടെ 2 ആണ് വരുന്നത്. ഇവിടെ ബ്രാഞ്ച് കണക്ട് ചെയ്ത കാർബൺ എന്താ വരുന്നത്? 3. സോ ഇവിടെ നമ്മുടെ ബ്രാഞ്ചിന് ഏതാ നമ്പർ കിട്ടുക? 2. രണ്ടാമത്തെ കാർബണിലേക്ക് കണക്ട് ചെയ്തേ. ഇവിടെ നമ്മുടെ ബ്രാഞ്ചിന് എന്താ നമ്പർ കിട്ടുക? 3. സോ സ്മോളസ്റ്റ് നമ്പർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നമ്പർ ഇടുന്ന സമയത്ത് ബ്രാഞ്ചിന് സ്മോളസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിങ് ഇടുക. സോ നമ്പറിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്പറിങ് ബ്രാഞ്ച് ഷുഡ് ഗെറ്റ് ദ സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പം നമ്പറിങ്ങിൽ ഈ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾക്ക് ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ കോമ്പൗണ്ട് ഉണ്ടായത് ഇങ്ങനെ അല്ലേ? CH3 CH one second. ഓക്കെ, CH3 CH2 CH3 ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഉണ്ടായത്. സോ നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വേർഡ് റൂട്ട് ആവുക. അപ്പം 1 2 3 4 ഇങ്ങനെയാണ് നമ്പർ ഇടുന്നത് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ബ്രാഞ്ചിന് എന്ത് കിട്ടും? രണ്ടാമത്